ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വളരെ ഈസിയായ ഒരു പരിപ്പ് കറിയുമായിട്ടാണ്. അപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കർ എടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിക്കുന്നത്. ഞാൻ എടുത്തു വെക്കുന്ന 1/4 കപ്പ് പരിപ്പ് ആണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. അതിലേക്ക് ഞാൻ 3 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ഇടുന്നു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് 2 വിസിൽ അടിച്ചെടുക്കുക. രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം നമ്മളെ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് തുറക്കുന്നതിന് മുമ്പായി നമുക്ക് ഈ പരിപ്പിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പൊ അരപ്പിനായി ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ഇടാം. അതിലേക്ക് 1/4 ടീസ്പൂൺ സാദാ ജീരകം, അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് നന്നായിട്ട് അടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുക്കറിൽ നേരത്തെ വേവിക്കാൻ വെച്ച പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം. നമുക്ക് കുക്കർ ഒന്ന് തുറക്കാം. നമ്മുടെ ഈ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ചൂട് പോയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ അരപ്പിലേക്ക് നമുക്ക് വെന്ത പരിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പിന് വെള്ളം കുറവാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം നമ്മൾ അരപ്പ് അടിച്ചെടുക്കുക. അപ്പൊ നമുക്ക് മിക്സി തുറക്കാം. ചെറുതായിട്ട് അടിച്ചാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പും അരപ്പും കൂടെ നന്നായിട്ട് മിക്സ് ആവും. നമുക്ക് അരപ്പ് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. പരിപ്പ് കറി ചൂടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉരുകി വരുമ്പോൾ നമുക്ക് കടുക് വറുത്തിട്ട് അതിലേക്കാണ് നമ്മുടെ പരിപ്പിൻ്റെ അരപ്പൊഴിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിക്സിയിൽ അരച്ചു വെച്ചേക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം. മിക്സിയിലെ ജാറിലിടുന്ന അരപ്പ് നമുക്ക് ഇതിലേക്കൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി ഒഴിക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പരിപ്പ് കറി നമുക്ക് തിളക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിന്റെ ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് നമുക്കിത് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എന്നാൽ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. മാത്രമല്ല, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.